ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സായണ നമസ്കാരം. സദസ്സുകളുള്ള എല്ലാവർക്കും കൂടിയാണത്. ഓരോരുത്തരും പേര് അറിഞ്ഞുകൂടാതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശാന്തിയുള്ള അങ്ങേരറിയാം. ജയൻ കലാ സാംസ്കാരിക വേദി, ആദ്യം ഇവർക്ക് എൻ്റെ നന്ദികൾ. എന്നെ ഈ വർഷത്തെ ഈ അവാർഡിന് വേണ്ടി തിരഞ്ഞെടുത്തതിന് നിങ്ങൾക്കൊക്കെ എൻ്റെ നന്ദി. ഞാൻ നന്ദി പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ ഭയങ്കര ജയൻ പ്രേമികളാണ്. പക്ഷേ നിങ്ങളെക്കാട്ടിലും മുമ്പ് ഞാനൊരു ജയൻ പ്രേമിയായിരുന്നു. ജയൻ ആദ്യമായിട്ട് അഭിനയിച്ച പടം ശാപമോക്ഷം. അതിലൊരു പാട്ട് സീൻ മാത്രമേ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 1974 എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ രവികുമാർ ഫിലിംസിന്റെ പേരിൽ എൻ്റെ അച്ഛൻ നിർമ്മിച്ച പടമായിരുന്നു ഉല്ലാസയാത്ര. ആ പടത്തിന് ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരാളെ എൻ്റെ അച്ഛൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നെ കാണാൻ വന്നു. അപ്പോൾ ജോസ് പ്രകാശ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലയാളത്തിലെ വലിയ ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു പയ്യനായിരുന്നു. പയ്യെന്ന് പറഞ്ഞാൽ അങ്ങേരെ മറ്റേ സർവീസസ് നിന്ന് വന്നു കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര കൊതിയുള്ള ഒരു ചെറുപ്പക്കാരെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ പരിചയപ്പെടുത്തി. അപ്പൊ ആ പടത്തിനകത്ത് ഒരു ക്യാരക്ടർ മാത്രം ബാക്കിയുണ്ടായിരുന്നു. അച്ഛനോട് ചോദിച്ചു, ഒരു പയ്യൻ വരും, നിനക്ക് ഓക്കെ ആണെങ്കിൽ ആ ക്യാരക്ടറിനെ നമുക്ക് ഇടാമെന്ന്. ഞാൻ പടത്തിൽ ഹീറോ ആയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അതിനകത്ത് സോമനുണ്ട്, സുകുമാരനുണ്ട്, അടൂർ ബാസി, ബഹദൂർക്ക, പിന്നെ ജോസ് പ്രകാശ് സാർ, ഷീലമ്മ, നിരവധി രവിമേനോൻ, ഇവരൊക്കെ അഭിനയിച്ചിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ആ പടത്തിന് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ. ഞാൻ അത് ഒരു വില്ലൻ ക്യാരക്ടർ, പക്ഷെ അത് വില്ലനായിട്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണുന്നില്ല. ആ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യണ കാണണം. കണ്ടപ്പോ സുമുഖമായുള്ള ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെയ്യാൻ സാറെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സിനിമയിൽ എന്തെങ്കിലും ഒന്ന് ആയി തീർന്നെന്നൊരു കൊതി. ശരി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ ചെയ്തു. പടം നന്നായിട്ട് പോയി. ജയനും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തു. ആ പടത്തിൽ ജയനും എനിക്കും ക്ലൈമാക്സിൽ ഫൈറ്റൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പല പടങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കണക്കിൽ വരില്ല. ജയൻ ശാപമോക്ഷം കഴിഞ്ഞ് ഉല്ലാസയാത്ര കഴിഞ്ഞ് നിരവധി പടങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഹരിഹരൻ സാറിന്റെ പടം ശരപഞ്ചരം, അതിൽ കൂടി ഒരു അഡ്രസ്സ് കിട്ടി. പക്ഷേ ആ അഡ്രസ്സ് ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കയറി. പക്ഷെ അത് നിറവേറ്റി കൊടുത്തത് IV ശശി അങ്ങാടി എന്ന് പറഞ്ഞ പടത്തിക്കൂടെയായിരുന്നു. അങ്ങാടി പടം തുടങ്ങിയപ്പോൾ അത് 1980 ആ പടം ഷൂട്ടിംഗ് കോഴിക്കോട് വെച്ച് തുടങ്ങിയപ്പോൾ ഹീറോയിനെ അതുവരയ്ക്കും നിശ്ചയിച്ചിട്ടില്ല. ഇപ്പൊ ശശിയും ഞാൻ ശശിയുടെ ഒരു 10-30 പടം കൊണ്ട് മുകളിൽ ചെയ്തിട്ടുണ്ട്. ശശി എന്നെ വിളിച്ച് ചോദിച്ചടാ, ആ ഹീറോ ക്യാരക്ടർ ജയൻ ചെയ്ത് നന്നായിരിക്കുമെന്ന് ചോദിച്ചു. ഗംഭീരമായിരിക്കും. ഞാനും ജയനും ആത്മസുഹൃത്തുക്കളായിട്ട് പറയുകൊണ്ടിരിക്കുക. ഉല്ലാസയാത്ര കഴിഞ്ഞിട്ട് ഗംഭീരമായിരിക്കും. അടുത്ത ചേടാ ഈ പടത്തിൽ നീ വില്ലനായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ചെയ്യാമോ? ജയന് വേണ്ടി ഞാൻ ചെയ്യാമോ? പക്ഷെ ഞാൻ അത്ര പടങ്ങൾ ഹീറോ ആയിട്ടായിരിക്കുന്ന വില്ലൻ ക്യാരക്ടർ എനിക്ക് നല്ല പേര് കിട്ടിയത്. ജയൻ ഹീറോ. അതുവരയ്ക്കും സീമ ഉണ്ട് ഹീറോയിനായിട്ട് നടിച്ചുകൊണ്ടിരുന്നത്. അതിൽ എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. ജയൻ സീമ ഒരു പുതിയ പേര്. അങ്ങാടി ജയനെ കൊണ്ടുപോയി വലിയ സ്ഥലത്തിൽ നിർത്തി. അത് കഴിഞ്ഞ് ജയൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ ഹീറോ ആയി മലയാളത്തിൽ. ഹീറോ വലിയ ഹീറോ ആയി. പക്ഷേ എത്ര വലിയ ഹീറോ ആയാലും ജയന് തണ്ട് വന്നില്ല, അഹങ്കാരം വന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. മരിക്കണവരയ്ക്കും ജയൻ എന്നെ പോലത്തെവരയ്ക്കും മരിച്ചിട്ടില്ല. ഇവിടെ ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ജയൻ. അതാണ് എന്നെ വിളിച്ച് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിപ്പിക്കാൻ എനിക്ക് ഒരു അവസരം വന്നത്.
അത്രയും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത്രയായിരുന്നു, അത്രയും വലിയൊരു സൗഹൃദമായിരുന്നു. വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. 44 വർഷം മുമ്പ് ഈ ദിവസം രാവിലെ ഒരു 7 മണി 6:30 മണിയാകുമ്പോൾ, അന്ന് സെൽഫോണൊന്നുമില്ല, എൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ. ജയൻ എടുത്തപ്പോൾ ജയൻ. ഇപ്പം ഞാൻ ജയാന്ന് വിളിക്കില്ല, ബേബി ചായ എന്നാ വിളിക്കുക. ബേബി എന്നായിരുന്നു അങ്ങേരുടെ പെട്നെ. ബേബി ചായ എന്നാ വിളിക്കുക. രവി, ഞാനാണ് രവി, എനിക്ക് നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എന്താ കാര്യം? അല്ല, ഒരു കാര്യമുണ്ട്, മീറ്റ് ചെയ്യണം. ഞാൻ ഷൂട്ടിംഗ് പോയിട്ട് വന്ന് വൈകിട്ട് ഞാൻ വീട്ടിൽ വരാം. ഞാൻ ചോദിച്ചു, ഏത് ഷൂട്ടിങ്ങിനാണ് പോണത്? കോളിളക്കം. എവിടെയാ? ഒരു സ്റ്റണ്ട് സീൻ, ഹെലികോപ്റ്റർ ചേസ് സീനാണ്. ചെന്നൈ വിട്ട് കുറച്ച് ഒരു 10-15 കിലോമീറ്ററിന് അപ്പുറമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബേബിച്ചായ സൂക്ഷിച്ച്. ഇന്നും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വൈകിട്ട് കാണാൻ കേട്ടോ. ഞാനും ഷീലയും മഞ്ഞും ചേർന്ന് ഒരു പടം എടുക്കുന്നുണ്ട്, സ്ഫോടനം എന്ന് പറഞ്ഞു. അതിനകത്ത് രവിക്ക് ഒരു റോഡുണ്ട്, രവി വന്ന് ചെയ്യണം. അതൊക്കെ ചെയ്യാം, സൂക്ഷിച്ചിട്ട് വന്ന്. അതാണ് അവസാനത്തെ വാക്ക് എന്നോട് പറയണം. വൈകിട്ട് ഒരു 4 മണിയാകുമ്പോൾ കേൾക്കണത്. ആത്മസൂർ പോയി. ഇതൊക്കെ ഫോട്ടോ ഇട്ടിരുന്നു ജയന്. ആ മൃതദേഹം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ 44 വർഷം മുമ്പ്. അന്ന് ഞാൻ വിചാരിച്ചോ ഇതേ ട്രിവാൻഡ്രം ഒന്നിറങ്ങി ഇവിടെ ഒരു ഹാളിൽ കിടത്തി പുറത്ത് കഴിഞ്ഞിട്ടാണ് കൊല്ലത്തൊക്കെ എടുത്തുകൊണ്ട് പോയത്. ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ വേദി വന്ന് നിൽക്കും, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജയം പുരസ്കാര അവാർഡ് ഞാൻ വാങ്ങിക്കും. അത് നിമിത്തം വാക്കുകളോ ഒരു സുഹൃത്തെ, ഞാൻ വരുമ്പോൾ അവിടെ വെച്ച് കാണാം. നമസ്കാരം. Thank you so much, sir.